നമുക്കിന്ന് ഈ സ്റ്റില്ല് വെച്ച് ഒരു ഫൺ മെയ്ഡ് പോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഇമേജ് ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഇമേജ്. ഇതിൻ്റെ അകത്ത് സ്കൈ മാത്രം ആദ്യം നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കണം. ബാക്കി അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് യൂസ് ആക്കാം. എന്നിട്ട് ഈ സ്കൈ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് എല്ലാം അനുസരിച്ച്. ഇതാണ് അതിൻ്റെ താഴെ ലെയറായിട്ട് വരാൻ പോകുന്നത്. ഇതും അതേപോലെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എറേസർ വെച്ച് ഇത് രണ്ടും ഒന്ന് ബ്ലെൻഡ് ആക്കി വെക്കണം. ഇതേപോലെ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് രണ്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ആക്കി വെക്കണം. അതിനുശേഷം പുള്ളി നിൽക്കുന്ന ഫ്ലോർ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഫ്ലോർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഫ്ലോർ എടുത്ത് ആ ഫ്ലോറിൻ്റെ പോർഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം ഒന്ന് എറേസ് ചെയ്ത് കളഞ്ഞ് രണ്ടും തമ്മിൽ ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കണം. ആ രണ്ട് ലെയറും തമ്മിൽ തിരിച്ചറിയാത്ത രീതിയിൽ നമുക്കൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് കർവ് ഉപയോഗിച്ച് ആ പടത്തിൻ്റെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ താഴെ അതിൻ്റെ കാല് കാണുന്നതും അത്രയും ഹൈലൈറ്റ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വന്ന് ജസ്റ്റ് ഡാർക്കാക്കി കൊടുക്കണം. ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ടോൺ നമുക്കൊന്ന് മാച്ച് ചെയ്യണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു വാം ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റിന് ഒരു വാം ടോൺ കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കളർ ബാലൻസ് വെച്ച് നമുക്ക് വേണ്ട ആ ടോൺ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് വീണ്ടും കർവ് എടുത്തിട്ട് നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഒരു സൈഡ് നമ്മളൊന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ലൈറ്റ് വരുന്നത് മാത്രം നമുക്ക് ഇച്ചിരി ലൈറ്റ് കൊടുത്തിട്ട് ബാക്കി എല്ലാം ഇച്ചിരി ഡാർക്കാക്കി തന്നെ നമുക്ക് യൂസ് ചെയ്യണം. പിന്നെ ഇതേപോലെ ഒരു ഫ്ലെയിമിൻ്റെ ഇമേജ് എടുത്തിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റി സ്ക്രീൻ ആക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ഓറഞ്ച് ആയിട്ടല്ലേ കിടക്കുന്നത്, നമുക്ക് ഇച്ചിരി സാച്ചുറേഷൻ കൊടുത്ത് ഇച്ചിരി യെല്ലോയിഷ് ആയിട്ട് എടുക്കണം. പിന്നെ ഇതുപോലെ ഒരു ടെസ്റ്റ് എടുക്കുക. വീണ്ടും കളർ ബാലൻസ് ഉപയോഗിച്ച് ഇതിന് ചേരുന്ന ഒരു ടോണിലേക്ക് നമുക്കിത് കൊണ്ടുവരണം. ഇതൊരു ഓറഞ്ച് ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ഇച്ചിരി വെക്കണം. എന്ന് വെച്ചാൽ വീണ്ടും ആ കാലും ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് നമുക്ക് ആ സബ്ജക്റ്റിനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതേപോലെ ജസ്റ്റ് ആ കളറിന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആ ഫ്ലെയിം നമുക്ക് ലെയർ ഒന്ന് ഓണാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ പുറകിലത്തെ ഡാർക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഒരേ സൈഡ് ഒന്നുകൂടി ഇത് ബ്ലെൻഡ് ആക്കാൻ വേണ്ടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നു. ആ ടോൺ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലെ ഡാർക്ക് ടോണ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. വേറൊരു ഡാർക്ക് എടുക്കാതെ എന്നിട്ട് ആ ലൈറ്റ് വരുന്ന പാർശ്വം മാത്രം ഒന്ന് ലൈറ്റാക്കി കൊടുക്കണം. പിന്നെ ബ്രഷ് വെച്ച് ഇതേപോലത്തെ ഹെയർ നമുക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ അത് റോയ് ഗ്രേഡ് ചെയ്യുന്ന പോർഷൻ എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് നേരത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.